ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഫിഷ് മസാല എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് ആദ്യം തന്നെ ഫിഷ് പൊരിച്ചെടുത്തിട്ട് പിന്നെ അതിനൊരു മസാല ഉണ്ടാക്കി രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുന്ന ഒന്നാണിത്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഫിഷ് മസാലയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു മീൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ മീനാണ് എടുത്തേക്കുന്നത്, ശേരി മീനാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് നന്നായി കഴുകിയതിന് ശേഷം നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്, നല്ല ആഴത്തിലായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്, മസാലക്കുള്ളിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ പരട്ടി വയ്ക്കാനുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പ്ലേറ്റിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഓയിൽ. അപ്പോൾ നിങ്ങൾ ഓയിലാണ് പൊരിക്കണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക, വെളിച്ചെണ്ണയിലാണ് പൊരിക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഈ ഒരു പരുവത്തിലാവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ മസാല മീനിൽ നന്നായിട്ടൊന്ന് പരട്ടി കൊടുക്കാം. വരഞ്ഞു വെച്ചിട്ടുള്ള ഭാഗത്തും ഉള്ളിലും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് പരട്ടി കൊടുക്കാം. ഇനി ഇത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂർ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. മീനിലേക്ക് എത്രത്തോളം മസാല പിടിക്കുന്നോ അത്രയും ടേസ്റ്റാണ് മീനിനുണ്ടാവുക. ഇനി നമുക്ക് അരമണിക്കൂറിന് ശേഷം ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു പാനിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടാവുമ്പോൾ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഈ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ ഓയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് ഫ്രൈ ചെയ്യാം. അതിനുശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. എന്നാലാണ് നമ്മൾ മീനുമ്പോൾ തേച്ചിട്ടുള്ള മസാലയൊക്കെ അതേപോലെ തന്നെ മീനും ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഓയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവും മസാലയൊക്കെ. അപ്പോൾ 30 സെക്കൻഡ് 2 സൈഡും ഫ്രൈ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഇവിടെ മൂടി വെച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫിഷ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ ബാക്കിയുള്ള ഓയിലിലേക്ക് നമുക്ക് 2 വലിയ സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഓയിൽ പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. അതല്ല കൂടുതൽ ഓയിലായിട്ടാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഇതിൽ നിന്ന് മാറ്റുക. ഇപ്പോൾ സവാള ഒരു പകുതിയോളം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് നീളനെ കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. സവാള വഴണ്ടി വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 ഭാഗത്താവുന്ന രീതിയിലൊന്ന് മസാല ആക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫിഷ് മസാലയാണിത്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഫിഷ് മസാലയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ മറക്കാതെ അറിയിക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.